ബറാത്ത് രാത്രിയാണ്. ശ്രദ്ധിക്കണം, എല്ലാവരും ദുആ ചെയ്യണം. അസറിൻ്റെ ശേഷം തന്നെ ഖുർആൻ ഓതുക, യാസീൻ ഓതുക. 3 യാസീൻ അസറിൻ്റെ ശേഷം ചെയ്യുന്നതാണ് അഫ്ളൽ. മഗ്‌രിബിന് ശേഷം ചെയ്യുക. അസറിൻ്റെ ശേഷം ചെയ്യുന്നതാണ് അഫ്ളൽ. മഗ്‌രിബിന് ശേഷം ചെയ്യുക. 3 യാസീൻ ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ തീർത്തരട്ടെ. പിന്നെ അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസിനെ പെരുപ്പിക്കുക. ബഹുമാനപ്പെട്ട സൂറത്ത് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പെരുപ്പിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ കസറത്ത് ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്തിനെ പെരുപ്പിക്കുക, ദുആനെ പെരുപ്പിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. ഒരു കൊല്ലത്തെ പ്രധാനപ്പെട്ട 5 രാത്രികളിൽ ഒരു രാത്രിയാണ് ബഹുമാനപ്പെട്ട ലൈലത്തുൽ ബറാഅ എന്ന് മഹാനായ ഇമാം നവവി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇനി അതിൻ്റെ അപ്പുറം പറയാനില്ലല്ലോ. ഒരു കൊല്ലത്തെ പ്രധാനപ്പെട്ട 5 രാത്രികളിൽ ഒരു രാത്രിയാണ് ബഹുമാനപ്പെട്ട ലൈലത്തുൽ ബറാഅ. ഇത്രയും പ്രധാന രാത്രിയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത്. അത് വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നമ്മൾ ദൂരീകരിക്കട്ടെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നും എല്ലാവരോടും അറിയിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സമുദായത്തിന് ഇന്നത്തെ അവസ്ഥയിലൊക്കെ ദുആ ചെയ്യുക. നമ്മൾ വലിയ വലിയ സാമ്പത്തിക പ്രതിസന്ധി നാട്ടിലാകെ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുആ ചെയ്യുക. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദാറുൽ ഖുർആൻ നടക്കുന്ന ക്ലാസ് അതൊരു ചെറിയ ക്ലാസ് അല്ല. ഇതിലെല്ലാവരും വരണം. അതിൽ പരമാവധി സൗകര്യം ഉണ്ടാക്കി വരണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി ഒഴിവാക്കി വരണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലൊരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ അത് ഒഴിവ് അതിലേക്ക് മാറ്റി ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്. വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ജുമാ വരെ ഒരു കർമ്മം ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പെടുക. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ക്ലാസ് തുടങ്ങും. 7-7:15 ഉള്ളിൽ തുടങ്ങും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ എല്ലാവരും പങ്കെടുക്കണം. വലിയ കാര്യമാണ്, നിസ്സാരപ്പെട്ട കാര്യമല്ല, വലിയ കാര്യമാണ്. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ദുനിയാവിലും നാല് ആഖിറത്തിലും ദുനിയാവ് നശ്വരമാണ്, ദുനിയാവ് അവസാനിക്കാൻ പോവുകയാണ് എന്ന കാര്യം വളരെ വലിയ സത്യമായി നമുക്ക് ഓരോ ദിവസവും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.